പാലക്കാട് തത്തമംഗലം സ്കൂളിലെ പുൽക്കൂട് തകർത്തതിൽ അന്വേഷണം ഊർജിതമാക്കി പ്രത്യേക അന്വേഷണ സംഘം. CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നു. സ്കൂളിലെ അധ്യാപകരുടെയും PTA ഭാരവാഹികളുടെയും മൊഴിയെടുക്കും. അതേസമയം പുൽക്കൂട് തകർത്തതിൽ BJPയും പ്രതിഷേധിക്കും. BJP ചിറ്റൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് പ്രതിഷേധം നടത്തും. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം എത്തുന്നു. ഇക്ബാൽ അറക്കൽ, ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ ഭദ്രാസനാധിപൻ ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തിയ അല്ലെങ്കിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത ക്രിസ്മസ് വിരുന്നിനെ വരെ പരിഹസിക്കുന്ന തരത്തിലേക്ക് വിമർശനം പോകുന്ന ഒരു ഘട്ടത്തിലാണ്. ഇതിൽ BJP അറിഞ്ഞുകൊണ്ട്, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ആക്രമണമാണോ എന്ന ചോദ്യം വലുതായി തന്നെ അവിടെ ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ അവരെടുക്കുന്ന ഒരു നിലപാട് എന്താണ്? തള്ളിപ്പറയുകയാണോ പൂർണ്ണമായും? എന്തൊക്കെയാണ് ഇപ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ടും പ്രതികരണങ്ങൾ സംബന്ധിച്ചും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുജിയ, തത്തമംഗലം GBUP സ്കൂളിലെ ഈ ക്രിസ്മസ് പുൽക്കൂട് തകർത്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുകയാണ്. പ്രതികളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് ചിറ്റൂർ DYSP ഉൾപ്പെടെ അല്പസമയം മുമ്പ് അറിയിച്ചിട്ടുള്ളത്. സ്കൂളിലെ അധ്യാപകരുടെയും അതുപോലെ തന്നെ PTA ഭാരവാഹികളുടെയും മൊഴി ഉൾപ്പെടെ പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. അതിനോടൊപ്പം തന്നെ സ്കൂളിന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ നടപടികളെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തത്. ഇന്നലെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ പരിശോധന നടത്തുന്നതിനിടയിൽ ഇന്നലെ സ്കൂളിന് സമീപത്തുള്ള ഒരു ടാറിട്ട കോൺക്രീറ്റ് റോഡിന് സമീപം എത്തി അവിടെ നിൽക്കുകയായിരുന്നു. ഏതായാലും ആ ഭാഗത്ത് ഉൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. അതിനോടൊപ്പമാണ് ഇന്ന് ഈ തത്തമംഗലം GBUP സ്കൂളിലെ ഈ പുൽക്കൂട് തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് BJPയും പ്രതിഷേധത്തിന് ഒരുങ്ങുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ നല്ലേപ്പള്ളിയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ BJP വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു. കാരണം VHP പ്രവർത്തകരാണ് ഈ സ്കൂളിലെത്തി ക്രിസ്മസ് ആഘോഷങ്ങൾ തടയുകയും അലങ്കോലപ്പെടുത്തുകയും ചെയ്തത്. പക്ഷേ ഇതിന് പിന്നിൽ വലിയ രീതിയിലൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. BJPയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി CPMും ഇടതുപക്ഷ സംഘടനകളും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളും ചേർന്ന് നടത്തുന്ന ശ്രമങ്ങളാണ് ഇതെന്നാണ് BJPയുടെ നേതാക്കൾ തന്നെ അറിയിച്ചിട്ടുള്ളത്. കേരളത്തിലെ ക്രിസ്ത്യ സമൂഹം BJPയോട് അടുക്കുന്നതിൻ്റെ വെപ്രാളത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള വേട്ടയാടൽ അല്ലെങ്കിൽ BJP കുറ്റപ്പെടുത്തലുകൾ നടക്കുന്നതെന്നാണ് BJPയുടെ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും പ്രതിരോധത്തിലായിരിക്കുന്ന ഈ സമയത്ത് ഇപ്പോൾ തത്തമംഗലം GBUP സ്കൂളിലെ ഈ പുൽക്കൂട് തകർത്ത സംഭവത്തിൽ കൃത്യമായി ആരാണ് പ്രതികളെന്ന് കണ്ടെത്തണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ BJPയും പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത്. നല്ലേപ്പള്ളിയിലെ ഈ സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തത്തമംഗലം നമുക്ക് അറിയേണ്ടത് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസനാധിപന്റെ പ്രതികരണം വരുന്നതും അവിടെ ഏറ്റവും കൂടുതൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ഇടതുപക്ഷ അധ്യാപക സംഘടനയാണ്. PTA പ്രസിഡന്റും ഒരു CPIM കാരനാണ് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി അവിടെ ഉള്ളപ്പോൾ ഇത് ചേർന്ന് നടത്തുന്ന ഒരു പ്രതികരണമായി അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിഷേധമായി ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതിനെ ഏത് രീതിയിലാണ് അവിടെയുള്ള മറ്റ് ആളുകൾ, അതായത് മറ്റ് അധ്യാപകരടക്കം നോക്കിക്കാണുന്നത്? പൊതുവെ ഉയരുന്ന അഭിപ്രായം എന്താണ്? ഇത് ആര് ചെയ്തതാണെന്നാണ് പ്രാദേശികമായി ലഭ്യമാകുന്ന വിവരം? അതായത് BJP നിലവിൽ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇടതുപക്ഷ അധ്യാപക സംഘടനയും CPMകാരനായ ഒരു PTA പ്രസിഡന്റ് നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് നല്ലേപ്പള്ളിയിൽ തന്നെ നടന്നത്. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഈ തത്തമംഗല സംഭവത്തിലും BJPക്കും അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾക്കും ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. മന്ത്രി K കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവന ഇന്നലെ നടത്തിയിരുന്നു. മന്ത്രി തന്നെ ഇത്തരത്തിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കാനുള്ള അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ആരാണ് തത്തമംഗലം GBUP സ്കൂളിലെ ക്രിസ്മസിലെ പുൽക്കൂട് തകർത്തത്?